ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് സമയമായിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കണം, ആർക്കൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കും, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ്, നിലവിൽ +2 ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ വർഷം മാർച്ചിൽ 2021 മാർച്ചിൽ പരീക്ഷ എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ടേൺ ടു ലേണിൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്കറിയാം 2020 ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ 18/12/2020 മുതൽ 23/12/2020 വരെ ടൈം ടേബിൾ പ്രകാരം നടത്തുന്നതാണ്. കേരളത്തിന് പുറമെ ലക്ഷദ്വീപ്, UAE അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ദെൻ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 2020 മാർച്ച് പരീക്ഷയിൽ റെഗുലർ വിദ്യാർത്ഥികൾക്കുള്ള അഥവാ നിലവിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഇതാണ് ആദ്യം പറയുന്നത്. മാർച്ച് 2020 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുതിയിട്ടുള്ള വിഷയങ്ങൾ ഏതെങ്കിലും 3 വിഷയങ്ങൾക്ക് വരെ സ്കോർ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് റെഗുലർ വിദ്യാർത്ഥികൾ, നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ 2020 മാർച്ചിലെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും പല കാരണങ്ങളാൽ ഒരു വിഷയത്തിനും പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് എല്ലാ വിഷയത്തിനും, അതുപോലെ തന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ 3 വിഷയങ്ങൾ വരെ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കും ഈ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പരീക്ഷ എഴുതാത്ത വിഷയങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ടും അതുപോലെ തന്നെ എഴുതിയ വിഷയങ്ങളുണ്ടെങ്കിൽ 3 വിഷയങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, 3 വിഷയം എഴുതിയിട്ടില്ല എങ്കിൽ ആ 3 വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും, എഴുതിയ വിഷയങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും എഴുതാത്ത വിഷയങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ പറയുന്നത് ഉദാഹരണമായി 4 പരീക്ഷ എഴുതുകയും 2 പരീക്ഷയ്ക്ക് ഹാജരാകാൻ കഴിയാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2 പരീക്ഷകൾ ആവശ്യമെങ്കിൽ 2 പരീക്ഷകൾ സപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. മാർക്ക് കൂട്ടാൻ നിങ്ങൾ എഴുതിയ 4 വിഷയങ്ങൾ എഴുതിയിട്ടുള്ള സബ്ജക്റ്റുകൾ മാർക്ക് കൂട്ടണമെങ്കിൽ അതിൽ 4ൽ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും എഴുതാത്ത 2 പരീക്ഷ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാനും സാധിക്കും. ഇനി ഹാജരാകാത്തവർക്ക്, ഒരു പരീക്ഷയ്ക്കും ഹാജരാകാത്തവർക്ക് 6 വിഷയവും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള. ഇനി ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വർഷം +2 2020 മാർച്ചിൽ +2 പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, 2ാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ളതും 2009 മുതൽ നടത്തപ്പെട്ടിട്ടുള്ള 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യും. എന്നാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്തതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് 2021 മാർച്ചിലെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള യോഗ്യത നേടാവുന്നതാണ്. അതായത് അടുത്ത മാർച്ചിൽ ഈ വർഷം ഫെയിലായിട്ടുള്ള ഈ 2020 +2 ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർ ആദ്യം പൊതുവായിട്ട് പറയാവുന്നതാണ്, അവർക്ക് ഇനി വരുന്ന മാർച്ചിൽ 2021 മാർച്ചിൽ +2 പരീക്ഷ എഴുതണമെങ്കിൽ ആദ്യം തോറ്റ വിദ്യാർത്ഥികൾ, 2020 തോറ്റ വിദ്യാർത്ഥികൾക്ക് +1ഉം അതുപോലെ തന്നെ +2ഉം എഴുതേണ്ടതുണ്ട്. +1 എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർച്ചിൽ നടക്കുന്ന +2 പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒന്നിച്ച് അപേക്ഷിക്കേണ്ട സമയമാണ് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്. ഇതിൽ പറയുന്നത് 2009 മുതൽ അപേക്ഷിച്ചിട്ടും പിന്നീട് 2019-20 വരെ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വരെയുള്ള അവസരമാണ്. ഓക്കെ, ഇത് 2009 മുതൽ. ഇനി കഴിഞ്ഞ വർഷം D+ ഗ്രേഡ് നേടാത്ത വിദ്യാർത്ഥികൾക്ക്, D+ ഗ്രേഡിന് താഴെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2021 മാർച്ചിലെ പരീക്ഷയ്ക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർച്ചിലെ പരീക്ഷയ്ക്ക് +2 പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ +1 രജിസ്റ്റർ ചെയ്യണം, +1 പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ,
പക്ഷേ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ 2009 ഈ കഴിഞ്ഞ വർഷം 2020 മാർച്ചിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക്, റെഗുലറായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് CE മാർക്കോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കോർ എന്നിവ നിലനിൽക്കുന്നതാണ്. അതിന് മുമ്പുള്ള 2019 അല്ലെങ്കിൽ അതിന് പിന്നോട്ട് പോകുന്ന ഇയറിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തുണ്ടാവില്ല, CE മാർക്ക് രണ്ടാമതായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള പ്രാക്ടിക്കലും മറ്റും രണ്ടാമത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉള്ള വിദ്യാർത്ഥികൾക്ക്, കഴിഞ്ഞ തൊട്ട് മുൻപുള്ള വർഷം വരെ എഴുതിയവർക്ക് ആ CE മാർക്ക് നിലനിൽക്കും എന്നുള്ളതാണ്. ഇനി ലാറ്ററൽ എൻട്രി വിദ്യാർത്ഥികളാണ് പറയുന്നത്. ലാറ്ററൽ എൻട്രി വിദ്യാർത്ഥികൾക്ക് മറ്റു പരീക്ഷാ ബോർഡിൽ നിന്ന്, ഇപ്പോൾ തമിഴ്നാട് പരീക്ഷാ ബോർഡ് പരീക്ഷ എഴുതി പിന്നീട് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അവർക്ക് ഈ സപ്ലിമെൻ്ററി പരീക്ഷ +1 ഇപ്പോൾ +2ലായിരിക്കും അവർ. അപ്പോൾ കേരളത്തിലെ +1 പരീക്ഷ ഇപ്പോൾ എഴുതി +2 പരീക്ഷ അടുത്ത മാർച്ചിൽ എഴുതാൻ, അതിനും ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഈ സമയത്ത് രജിസ്റ്റർ ചെയ്യണം. ഇവർ ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പാഠപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ നിരന്തര മൂല്യനിർണ്ണയം, അതായത് CE മാർക്കിനുള്ള എല്ലാ അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, സെമിനാറുകൾ സമർപ്പിക്കണം എന്നുള്ളതാണ്. ഇത് ലാറ്ററൽ എൻട്രിയാണ്, വേറെ ബോർഡിൽ നിന്ന് മാറി വന്നവർക്കുള്ളതാണ്. ഓക്കെ. പിന്നെ പുനർപ്രവേശനം നേടി 2020 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് പുനഃപ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെയും 2020 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ റദ്ദ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയുടെയും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് നേടിയിട്ടുള്ള സ്കോറുകൾ നിലനിർത്തുന്നതായിരിക്കും. ഈ വിഭാഗം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഭാഗമായ CE അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എന്നിവ ബാധകമായിരിക്കും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ റദ്ദ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയുടെ പ്രാക്ടിക്കലും റദ്ദ് ചെയ്യുമെന്നതിനാൽ രണ്ടാം വർഷ തിയറിയും ഇതോടൊപ്പം പ്രാക്ടിക്കലും അവർ ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് പുനഃപരീക്ഷ പ്രവേശനം നേടിയവർക്കാണ്. ഓക്കെ, ദെൻ വേറെ ഒരു കാര്യമുള്ളത്, ബയോളജി, ബോട്ടണി, സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ബയോളജിക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബോട്ടണി പരീക്ഷയും സുവോളജി പരീക്ഷയും എഴുതേണ്ടതാണ്. അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ആ പ്രാക്ടിക്കലും അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാം ഫീ ആണ് നമ്മൾ നോക്കുന്നത്. എക്സാം ഫീസ് നോക്കാം. റെഗുലറായിട്ട് ഈ വർഷം +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫീസാണ് ആദ്യം പറയുന്നത്. അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് 175 രൂപയാണ് ഒരു വിഷയത്തിന്. 175 രൂപയാണ്. 175 3 വിഷയം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ 525 രൂപയും പ്ലസ് 40 രൂപ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസും 565 രൂപയാണ് ഈ വർഷം +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ 3 വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അടയ്ക്കേണ്ടത് 3 വിഷയത്തിനാണെങ്കിൽ. ഇനി ഒരു വിഷയമാണെങ്കിലോ 175 രൂപയും 40 രൂപ സർട്ടിഫിക്കറ്റിനും ആയിട്ട് 215 രൂപ അടച്ചാൽ മതി. ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി കമ്പാർട്ട്മെൻറ്റലായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷം ഒരു വിഷയത്തിന്, അതായത് ഒരു വിഷയത്തിൻ്റെ ഫീസാണ് പറയുന്നത്. ഈ ഒറ്റയടിക്കാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. അതായത് ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. നിലവിൽ ഈ സമയത്ത് ഡിസംബറിൽ +1ഉം ദെൻ അടുത്ത +2 പരീക്ഷയും ഒരുമിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. ഓക്കെ, 225 രൂപയാണ്. 225 രൂപയാണ് ഒരു പേപ്പറിന്. അപ്പോൾ നിങ്ങൾക്ക് 3 പേപ്പർ ഉണ്ടെങ്കിൽ എത്രയായി? 675 രൂപയും 80 രൂപ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ, എക്കണോമിക്സ് പോയിട്ടുണ്ട്, ഇംഗ്ലീഷ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുക. ഈ 3 സബ്ജക്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത് 675 രൂപയും അത് +1ലെയും +2ലെയും ഫീസാണ്. ദെൻ 80 രൂപ സർട്ടിഫിക്കറ്റും. ടോട്ടൽ നിങ്ങൾക്ക് വരുന്നത് 755 രൂപയായിട്ട് വരും. ഓക്കെ, ഒരു സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് പോയി, എക്കണോമിക്സ് മാത്രമാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളതെങ്കിൽ എത്രയാണ്? 225 + 80 305 രൂപയാണ്. +1ഉം +2ഉം കൂടി എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട തീയതികളാണ്. പരീക്ഷ ഫീസും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട
അത് 16-ാം തീയതിയാണ്. സ്കൂൾ പ്രിൻസിപ്പൾ ഫീസ് അടക്കാനുള്ള സമയം, ട്രഷറിയിൽ ഫീസ് അടക്കാനുള്ള 17-ാം തീയതി. ഫൈനോട് കൂടി അപേക്ഷ സമർപ്പിക്കാം. നമുക്ക് ഫൈനോട് കൂടി ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം 18-ാം തീയതി അതിൻ്റെ ഫീസ് അപ്ലോഡ് ചെയ്യുന്നതും മറ്റും ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടൽ വഴി പരീക്ഷാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ, ചോദ്യപേപ്പർ വിശദാംശങ്ങളും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ആയിട്ടുള്ള അവസാന തീയതി, സ്കൂളുകാർക്കുള്ള അവസാന തീയതി 19-ആണ്. അപ്പോൾ 16-ആണ് ഏറ്റവും ലാസ്റ്റ്. 16/11/2020. ഇനി ഫൈനോട് കൂടിയാണെങ്കിൽ 18/11/2020. ഈ ഡേറ്റും നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. ദെൻ ഹൗ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം. ഇനി നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫോം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോം കിട്ടും. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൻറ്റർ നെയിം, അതായത് നിങ്ങൾ പരീക്ഷാ സെൻറ്റർ ഏതാണ്, നിങ്ങൾ പരീക്ഷ റെഗുലറായിട്ട് സ്കൂൾ ഗോയിങ് ആണെങ്കിൽ സ്വന്തം സ്കൂളായിരിക്കും. ഓപ്പൺ സ്കൂൾ വഴി പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അലോട്ടഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ടാവും. ആ സ്കൂളിൻ്റെ പേര് എഴുതാം. ആ സ്കൂളിനൊരു കോഡ് ഉണ്ടാവും, സെൻട്രൽ കോഡ് അല്ലേ. സെൻട്രൽ കോഡ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂള് GVHSS തളിക്കുളം എന്നാണെന്നുവെച്ചെങ്കിൽ അതിൻ്റെ സ്കൂൾ കോഡ് 08038 എന്നുള്ള ഒരു കോഡാണ്. ആ ഒരു 5 അക്ക കോഡ് നിങ്ങൾ എഴുതണം. ദെൻ ഏതാണ് നിങ്ങളുടെ സ്ട്രീം, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളാണോ, ആർട്സ് സ്കൂളാണോ. ഓക്കെ, നിങ്ങൾ സയൻസ് ആണെങ്കിൽ സയൻസ് ഇതാക്കാം. നിങ്ങൾ സ്കൂൾ ഗോയിങ് ആണോ, അതായത് നിരന്തരം സ്കൂളിൽ പോയിരുന്ന വിദ്യാർത്ഥിയാണോ, അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ ഇപ്പോൾ നിലവിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണോ, +2 സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണോ, അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുവരെ +2 പാസ്സാകാത്ത കുട്ടികളാണോ, അവരാണ് കമ്പാർട്ട്മെൻറ്റിൽ. ദെൻ ഓൾഡ് സ്കീമാണോ എന്നുള്ളത് പഴയ സ്കീമാണ്. ഇനി സ്കൂൾ രജിസ്ട്രേഷൻ, ഓപ്പൺ സ്കൂൾ രജിസ്ട്രേഷൻ, അതായത് നിങ്ങളുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ നമ്പർ ഉണ്ടാവും. ഓപ്പൺ സ്കൂളിലാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഇയർ ഓഫ് അഡ്മിഷൻ 2018-20 ആണെങ്കിൽ, കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 2018-20. ഇനി നിലവിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 2019-21. ഓക്കെ, നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 2019-21 ആയിരിക്കും രജിസ്ട്രേഷൻ നമ്പറും. അതുപോലെ തന്നെ ഓപ്പൺ സ്കൂൾ വഴി പോകുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങൾ ചേർക്കേണ്ടതാണ്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് ഹയർ സെക്കൻഡറി, നിങ്ങൾ കഴിഞ്ഞ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി കാൻഡിഡേറ്റ് ഓൺലി, സപ്ലിമെൻ്ററി ആയിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് ഇത് പൂരിപ്പിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, രജിസ്റ്റർ നമ്പർ മന്ത്, ഇയർ പാസിംഗ് ഓഫ് SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ മന്ത്, ഇയർ. ഓക്കെ, നിങ്ങളുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിൽ, പിന്നെ നിങ്ങളുടെ ഒരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്യുക. ദെൻ മെയിലോ ഫീമെയിൽ, റിലീജിയന്, കാസ്റ്റ്, SC ST OBC OIC അതേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അക്ഷരത്തിലും അതുപോലെ തന്നെ അക്കത്തിലും എഴുതാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. 6 സബ്ജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല. ഓരോന്ന് ആദ്യം പാർട്ട് 1, പാർട്ട് 2, ദെൻ പാർട്ട് 3. നിങ്ങളുടെ 6 സബ്ജക്റ്റ് ഉണ്ടാവും. പാർട്ട് 1 ഏതാണ്, പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2, പാർട്ട് 2 ഏതാണ് നിങ്ങളുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ മാർച്ചിൽ നടന്ന പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിന് ലഭിച്ചിട്ടുള്ള പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ദെൻ എക്കണോമിക്സ്, ഓരോന്നിൻ്റെയും ഇത് എഴുതുക. അതിൽ ലഭിച്ചിട്ടുള്ള സബ്ജക്റ്റ് എഴുതുക. അതുപോലെ തന്നെ എലിജിബിൾ ഫോർ നോട്ട് ഹയർ സ്റ്റഡീസ്. ഓക്കെ, എലിജിബിൾ അതിൽ പാസ്സായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എക്കണോമിക്സ്, ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടെങ്കിൽ എലിജിബിൾ എന്ന് എഴുതിക്കുക, അല്ലെങ്കിൽ EHS എന്ന് എഴുതിക്കുക, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി. ഇനി വേറെ എക്കണോമിക്സിൽ തോറ്റിട്ടുണ്ടെങ്കിൽ NHS എന്ന് എഴുതിക്കുക, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള ഇതൊക്കെ. നിങ്ങളുടെ സ്കോറോ ഗൈഡോ ഇതൊക്കെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാം കൂടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക, ഫോം ഫില്ല് ചെയ്യുമ്പോൾ. ദെൻ പിന്നെ നിങ്ങളുടെ എക്സാം ഫീ എത്രയാണ്, ചലാൻ നമ്പർ, അതൊക്കെ അവർ അടിച്ചോളും. സ്കൂളിലാണെങ്കിൽ ഓക്കെ, ഓഫീസിൽ റെസിപ്റ്റ് നമ്പർ വാങ്ങാം. ദെൻ നിങ്ങളെന്തെങ്കിലും കൺസെഷൻ, SC ST വിദ്യാർത്ഥികളാണോ,
ഫീ കൺസെഷനൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാനാണ്. ഓക്കെ, OEC OBC വെദർ ദെയർ പാരൻറ്റ് പ്രസൻറ്റ് അപ്പിയറൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇൻ ദ കേസ് ഓഫ് SC ST ആൻഡ് OBC SC ST സ്റ്റേറ്റ് വെദർ ദെയർ പ്രസൻറ്റ് അപ്പിയറൻസ് ഈസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അവർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണെന്നുള്ളത് നോക്കുക. ദ സെക്കൻഡ് വിത്തിൻ ദ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 years, 2 വർഷത്തിനാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതൊന്ന് ഡിക്ലറേഷൻ കൊടുക്കുക, മുകളിൽ കൊടുത്തിട്ടുള്ള ഇതെല്ലാം ശരിയാണെന്നുള്ള ഒരു പ്രൂഫ് ചെയ്താൽ. പിന്നെ സർട്ടിഫിക്കറ്റ് ദാറ്റ് ഇത് സ്കൂളിൽ ചെയ്യുന്നതാണ്, ഒഫീഷ്യൽ വർക്കാണ്. ദെൻ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റാണ് നമ്മൾ പറഞ്ഞതുപോലെ 18-ാം തീയതി നമുക്ക് എക്സാം ആരംഭിക്കും. 18-ാം തീയതി എക്സാം ആരംഭിച്ചാൽ 23-ാം തീയതി വരെയാണ് നിങ്ങളുടെ ഇതിൻ്റേതാണ്. ഓക്കെ, 18-ാം തീയതി രാവിലെ, വെള്ളിയാഴ്ച രാവിലെയുള്ള പരീക്ഷ. അക്കൗണ്ടൻസി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, കൾച്ചറൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഓക്കെ, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം. ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ്, ജിയോഗ്രഫി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ദെൻ എക്കണോമിക്സ് 19-ാം തീയതിയാണ് എക്കണോമിക്സ്. ദെൻ രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ എക്കണോമിക്സും ജേർണലിസം, ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോം സയൻസ്, ഇതൊക്കെ 19-നുമാണ്. പിന്നെ ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്കണോമിക്സ് ആദ്യം പറഞ്ഞല്ലോ. ഇനി 21 മൺഡേ ആണ് ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി, ഫിലോസഫി, ആന്ത്രോപോളജി. അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കെമിസ്ട്രി, സാൻസ്ക്രിറ്റ്, ശാസ്ത്ര, പൊളിറ്റിക്കൽ സയൻസ്. ഇംഗ്ലീഷ് വരുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ്. പിന്നെ പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ്, അതായത് അറബി, ഇംഗ്ലീഷ്, മലയാളം, അതൊക്കെ വരുന്നത്, അറബി, സംസ്കൃതം, ഉറുദു, മലയാളം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ദെൻ ബുധനാഴ്ച 23-ന് മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സാഹിത്യം. അതുപോലെ തന്നെ 23-ന് ബുധനാഴ്ച സോഷ്യൽ വർക്ക്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്. ഇതൊക്കെയാണ് സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഏത് കാറ്റഗറി ആണെന്ന് തിരഞ്ഞെടുത്ത് അതിനനുസരിച്ചുള്ള ഫീസ് 16-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. 20. ഓക്കെ, ഇനി പിഴയോട് കൂടിയാണെങ്കിൽ 18/11/2020 എക്സാം നിങ്ങൾ 18-ാം തീയതി 12/2020. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 95 62 654 789 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ഹാവ് എ ഗുഡ് ഡേ.